ബക്കാഡി കമ്പനിക്ക് അനുകൂലമായി മദ്യനികുതി നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതി ആരോപണം സഭയിൽ ശക്തമാക്കി പ്രതിപക്ഷം. വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ സർക്കാർ. സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ സർക്കാർ അവസരമൊരുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന മെയിൽ മാത്രമാണെന്നും ഇത് നടപ്പിലാക്കാൻ എന്താണ് ഇത്ര വേഗമെന്നും പിണറായി വിജയൻ സഭയിൽ ചോദിച്ചു. പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ് നിയമസഭയിൽ നിന്ന്. ഷീജ, പ്രതിപക്ഷം വളരെ ശക്തമായി വസ്തുതകൾ നിരത്തിയാണോ ഈ വിഷയം ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്? ഈ പരാമർശം പോലും, പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം പോലും സഭാരേഖകളിൽ ഉണ്ടാകരുത് എന്ന ഒരു വിചിത്ര നിലപാട് സർക്കാർ എടുത്തു ഈ സഭാ സമ്മേളനത്തിലെ അടിയന്തര പ്രമേയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നാണല്ലോ പറയപ്പെടുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നത് സഭയിൽ? ശരത്, പ്രധാനമായും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ആ നോട്ടീസ് പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു തുടക്കം മുതൽ തന്നെ സ്പീക്കർ സ്വീകരിച്ചത്. ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചാവേളയിൽ ഉന്നയിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു പറഞ്ഞത്. പക്ഷേ അപ്പോൾ തന്നെ ഈ നോട്ടീസ് നൽകിയ KN ബാലഗോപാൽ എഴുന്നേൽക്കുകയും ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള അഴിമതിയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭ ചർച്ച ചെയ്യണം, അതിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്, അതിന് ഒപ്പം നിൽക്കരുത് സ്പീക്കർ എന്നുള്ളൊരാവശ്യവും പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും സ്പീക്കർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല, നോട്ടീസ് പരിഗണിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയുള്ളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനം ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? അത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കർണാടകയിലെ ഒരു മദ്യ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ബക്കാഡി കമ്പനിക്ക് വേണ്ടിയാണ് ഈ നീക്കം നടത്തിയത് എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ മറുപടി പറയുന്നതിൽ നിന്ന് ഭരണപക്ഷം പിന്നോട്ട് പോകുന്നത്, ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത് എന്നുള്ള കാര്യം അദ്ദേഹം ഒരു കാര്യം എടുത്തു സൂചിപ്പിച്ചു. മറ്റൊന്ന്, കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തും അതായത് 3 വർഷങ്ങൾക്ക് മുൻപ് ബക്കാഡി ഇതേ രീതിയിൽ തന്നെ സർക്കാരിനെ സമീപിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള തുടർ നടപടിയും കഴിഞ്ഞ സർക്കാർ കൈക്കൊണ്ടിരുന്നില്ല. പക്ഷേ ഈ സർക്കാരിലേക്ക് എത്തുമ്പോൾ ദ്രുതഗതിയിലാണ് ഫയൽ നീക്കം അടക്കം നടത്തിയിട്ടുള്ളത്. അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ദുരുദ്ദേശം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഉയർന്നിരുന്നു. പക്ഷേ അതൊന്നും കൂസാക്കാതെ സഭ മറ്റ് നടപടികളിലേക്ക് പോയപ്പോഴാണ് സഭയിൽ നിന്നും പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയത്, സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. ശരത്, ഷീജ, ഇതിൽ സർക്കാരിന്റെ വിശദീകരണം എന്താണ്? സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമായില്ല, സ്പീക്കർ ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. സർക്കാർ എന്താണ്, വിശേഷിച്ച് മുഖ്യമന്ത്രി എന്താണ് ഇതേക്കുറിച്ച് സഭയിൽ വിശദീകരിച്ചത്? പ്രധാനമായും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചത് ഒറ്റ കാര്യം മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ഭാഗങ്ങൾ സഭയുടെ രേഖകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ മെറിറ്റിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ തീരുമാനത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടോ ഉയരുന്ന ആശങ്കകളുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ശരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.